ദേശീയപാത മേൽപ്പാലം നിർമ്മാണത്തിനിടെ ഗർഡർ തകർന്നു. ചെയർമാനോട് സംസാരിച്ചു. അവർ നിയോഗിച്ച NHAയുടെ കേരളത്തിലെ ചുമതല വഹിക്കുന്ന മെമ്പർ വെങ്കിട്ടരമണ എന്നെ വന്ന് കണ്ട് ഇത്തരം കാര്യം ഞാൻ ചോദിച്ച ഒരു കാര്യം പ്രതിയുള്ളൂ. ഇപ്പോൾ അവരോട് പറഞ്ഞതാണ്, കഴിഞ്ഞ ഒരു 8 മീറ്റിംഗെങ്കിലും ജില്ലാ കളക്ടറുടെ ചേംബറിൽ ഈ അരൂർ തുറവൂർ പാതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ 8 മീറ്റിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സുരക്ഷാ പ്രശ്നങ്ങളായിരുന്നു. കാരണം ഇവിടെ ഓരോ ദിവസവും ഈ സർവീസ് റോഡിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സ്ഥിതിവിശേഷം ഇല്ലാത്തത് കാരണം ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു, സ്കൂട്ടർ യാത്രക്കാരൻ മരിക്കുന്നു. ഈ സാഹചര്യം ഉണ്ടാകുന്നത് ഒഴിവാക്കണമെന്നായിരുന്നു. പക്ഷേ കരാർ കമ്പനിക്കാരോ NHAയോ ഈ സർവീസ് റോഡ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇപ്പോൾ 2.5 കൊല്ലം, ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവർ പറഞ്ഞത് 2.5 കൊല്ലമായിട്ട് ഈ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. 2.5 കൊല്ലമായിട്ടും ഈ 10 കിലോമീറ്റർ സർവീസ് റോഡ് 2 ഭാഗത്തും ഒന്ന് വൃത്തിയായിട്ട് നടത്താൻ ഈ കൺസ്ട്രക്ഷൻ കമ്പനി കഴിയില്ലെങ്കിൽ പിന്നെ ഇവരെന്ത് കമ്പനിയാണ്? അവർ മാത്രമല്ല, NHA ചെയർമാൻ അടക്കമുള്ള ആളുകൾ എല്ലാ മീറ്റിങ്ങിലും പറയുന്നത് എന്താണ്, സർവീസ് റോഡ് പക്കയാക്കിയിട്ട് മാത്രമേ കൺസ്ട്രക്ഷൻ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം യാത്രക്കാരുടെ ഗതാഗതം ഉറപ്പുവരുത്തണം. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളെല്ലാം യാത്ര ചെയ്യുന്നവരാണല്ലോ. ഈ സർവീസ് റോഡിൽ 3 മണിക്കൂർ 4 മണിക്കൂർ ഇരിക്കുന്നു. കംപ്ലീറ്റ് കുഴിയാണ്, കംപ്ലീറ്റ് തകരാറിലാണ്. എന്തെങ്കിലും ചെറിയൊരു പാച്ച് വർക്ക് ഇവരടക്കം നടക്കും പരാതി പറയുമ്പോൾ. അവിടെ 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലിട്ട് പോകും. ഇത് പക്കയാക്കിയിട്ട് ചെയ്യാൻ BMNTSCയിൽ സർവീസ് റോഡ് ചെയ്യാൻ ഇവർക്ക് എന്താ തടസ്സം? 40 ആൾ മരിച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇത്രയും ഗൗരവതരമായ ആലപ്പുഴ ദേശീയപാതയിൽ ഇതുപോലെ ആലപ്പുഴ ബൈപ്പാസുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഇതുപോലെ ഗർഡർ തകർന്നിട്ട് അപകടമുണ്ടായി. അന്ന് ഭാഗ്യത്തിന് താഴെ ആരുണ്ടായില്ലാത്തതുകൊണ്ട് ആൾ മരിച്ചു. അന്നും നമ്മൾ ഇതുപോലെ വന്ന് ഉദ്യോഗസ്ഥന്മാരെ വന്ന് പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയിട്ട് അവരുടെ ഭാഗത്ത് ആ കുറ്റം ഒന്ന് കണ്ടിട്ട് ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് അവരന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ 6 മാസമായിട്ടുള്ളൂ. ഇവിടെയാണ് ഈ ദുരന്തം ഉണ്ടായത്. ഒരു പാവപ്പെട്ടവർ, അവരുടെ ജീവൻ പോയി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു വലിയ വണ്ടിയായിരുന്നു വന്നിരുന്നെങ്കിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു, കുറേ കൂടി ജീവൻ പോകുമായിരുന്നില്ലേ? ഇത്രയും ലാഘവത്തോടു കൂടിയുള്ള ഒരു കൺസ്ട്രക്ഷൻ ഇത് ഇവിടെ നടക്കുന്ന മാത്രമല്ല. അപ്പോൾ മന്ത്രി എന്നോട് പറഞ്ഞു ഇക്കാര്യത്തിൽ മന്ത്രി നമ്മൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് മന്ത്രി ഇപ്പോൾ ഇക്കാര്യത്തിൽ നടപടിയെടുക്കാം. ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റൈറ്റ്സ് അന്വേഷിക്കും. ഇത് അപകടം നടന്നിട്ടാണോ അന്വേഷിക്കേണ്ടത്? സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്? സുരക്ഷ ഇല്ലാതെ ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു വർക്ക് എങ്ങനെ നടത്താൻ അനുവദിച്ചു? ഈ ചോദ്യത്തിന് ഉത്തരം വേണം. ഈ കമ്പനി, എനിക്കറിയാം, ദേശീയപാത നിർമ്മാണത്തിൽ മുഴുവൻ നടക്കുന്ന അഴിമതിയാണ്. ഞാനിപ്പോൾ എല്ലാവരും അടച്ചാക്ഷേപിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടത്. പല ഘട്ടങ്ങളായി ഉന്നയിച്ചത്. കൂരിയാട് സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. അന്നെന്താ ചെയ്തത്? അന്ന് ആ കമ്പനിയോട് ആ വർക്ക് വേണ്ടാന്ന് വെച്ചു. ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. ഇത്തരം കമ്പനികളെ ഉത്തരവാദിത്വമില്ലാതെ ജില്ലാ ഭരണകൂടം തന്നെ മുൻകൈയെടുത്ത് വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടും 7 പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും സുരക്ഷാ കാര്യങ്ങളിൽ ഒരു നടപടിയെടുക്കാത്ത കമ്പനിയെ എന്തിനാ വെച്ച് വാഴിക്കുന്നത്? സംസ്ഥാന സർക്കാർ എന്താ മിണ്ടാത്തത് ഈ കാര്യത്തിൽ? അവർക്ക് ഉത്തരവാദിത്വമില്ലേ? ഈ ട്രാഫിക് നിയന്ത്രണം അവരുടെ കയ്യിലായിരുന്നല്ലോ. എങ്ങനെ ഈ അപകട സമയത്ത് വണ്ടി ഇതുവഴി വിട്ടു? ഇത്രയും ഹെവി വർക്ക് നടക്കുമ്പോൾ പുലർച്ചെ 3 മണിക്ക് അവരിപ്പോൾ ഒന്നും അറിയില്ല, അവനെ നടക്കുകയാണ്. ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ടതാണ്. 42 മരണങ്ങൾ അറിയുന്നവരല്ലേ സംസ്ഥാന ഗവൺമെൻറ്? സംസ്ഥാന ഗവൺമെൻറ് കൃത്യമായിട്ട് വിവരം ഉണ്ടാവുമല്ലോ, എത്ര പേര് മരിച്ചു, ആരെക്കാളും മുമ്പിൽ അവരല്ലേ അറിയുന്നത്. ഇവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് നടപടിയാണ് എടുത്തത്? ഇപ്പോൾ ജനങ്ങളെ ജീവനിട്ട് പന്താടിയിട്ട് നടക്കുന്നവരാരായാലും അതിനെ അനുകൂലിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഞാൻ അതിനാണ്. കാരണം ഉത്തരവാദിത്വം അവർ കാണിച്ചിട്ടില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാണിച്ചിട്ടില്ല. അവർക്ക് പണം ഉണ്ടാക്കുക മാത്രം ലക്ഷ്യത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇവർ കൊടുക്കാൻ ബാധ്യതയുള്ളവരാണ്. സർവീസ് റോഡ് തകർക്കാൻ സർവീസ് റോഡ് ഇല്ലാത്ത അപകടമുണ്ടായെടുത്തൊക്കെ തന്നെ പരിശോധിച്ച് സംസ്ഥാന ഗവൺമെൻറ് അത് അടിയന്തരമായിട്ട് മുൻകൈ എടുക്കണം. ആ കുടുംബങ്ങളും പാവപ്പെട്ട കുടുംബങ്ങളെ ജീവനാ പൊലിഞ്ഞു പോയിരിക്കുന്നത്. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടി അവരെടുക്കണം. തീർച്ചയായിട്ടും ഇത് യാത്രക്കാരൻ്റെ കുഴപ്പം കൊണ്ടല്ല അവർ മരിച്ചത്, ഇവരുടെ അനാസ്ഥ കൊണ്ടാണ്. പക്കാ സർവീസ് റോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒന്നും സംഭവിക്കില്ല. ഇപ്പോഴും ഇത്രയും ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ട് അവർ ലൈറ്റായിട്ടല്ലേ പറയുന്നത്. 2.5 കൊല്ലമായിട്ടും ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പണി ചെയ്യുന്നുണ്ടെന്നാണ് അയാളിപ്പോൾ എന്നോട് പറഞ്ഞത്. അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഇതെന്തുത്തര? ഒന്നാമത് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഇത്രയും ഹെവി വർക്ക് നടത്തുമ്പോൾ അവരാരെങ്കിലും ഉണ്ടാവേണ്ടേ സൂപ്പർവൈസ് ചെയ്യാൻ? കരാറുകാരന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കരാറുകാർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ സമയത്തിന് തീർത്തിട്ട് അവരുടെ ലാഭം കൃത്യമായി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ EOC പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പാർലമെൻറ്റിനകത്ത്. ആ പാർലമെൻറ്റിൽ ആക്ഷൻ ടേക്കൺ ഇപ്പം 3 മാസം അതിൻ്റെ കാലാവധി ഉണ്ട് ആക്ഷൻ ടേക്കൺ. ഞങ്ങൾ വിളിക്കും വീണ്ടും അവരെ, എന്ത് നടപടി എടുത്തു ചോദിക്കും, സമാധാനം പറയേണ്ടി വരും പാർലമെന്റ് മുമ്പാകെ. അതൊക്കെ പേരിലുള്ളൊരു കേസെടുക്കല്. ഞാൻ ചോദിക്കുന്ന 2 ചോദ്യമേ ഉള്ളൂ. സംസ്ഥാന സർക്കാർ ഇവിടെ 46ഓളം പേര് മരിച്ചു എന്നുള്ള കണക്ക് അവരുടെ കയ്യിൽ ഉണ്ടല്ലോ.